അമേരിക്കയിലുടനീളം വിദ്യാർത്ഥി പ്രക്ഷോഭം കത്തിപ്പടരുകയാണ്. നദി മുതൽ സമുദ്രം വരെ ഇത് പടർന്ന് പന്തലിക്കുമെന്നാണ് പ്രക്ഷോഭകാരികളായിരിക്കുന്ന വിദ്യാർത്ഥികൾ അമേരിക്കൻ സർക്കാരിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. 50 സംസ്ഥാനങ്ങളിൽ 25 സംസ്ഥാനങ്ങളെയും സാരമായി ബാധിക്കുന്ന രീതിയിലേക്ക് പ്രക്ഷോഭം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അടുത്ത യൂണിവേഴ്സിറ്റിയിലേക്ക്, അടുത്ത ക്യാമ്പസിലേക്ക്, അടുത്ത കോളേജിലേക്ക് ഈ തരത്തിലാണ് വിദ്യാർത്ഥി പ്രക്ഷോഭം പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുന്നത്. 300-ലധികം ആളുകളെ ഇതിനിടയിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും അറസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഇതിന്റെ ശക്തി വർദ്ധിക്കുകയാണ് എന്ന തരത്തിലൊക്കെയാണ് പോലീസ് റിപ്പോർട്ട് പറയുന്നത്. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായിരിക്കുന്ന ലോക രാജ്യങ്ങളോട്, അതായത് ലോകത്തിലെ വ്യത്യസ്ത രാജ്യങ്ങളിലെ വിദ്യാർത്ഥികളൊക്കെ അമേരിക്കയുടെ യൂണിവേഴ്സിറ്റികൾ പഠിക്കുന്നുണ്ട്. ആ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അത്രയും സമരത്തിലാണ്. ഫലസ്തീൻ അനുകൂലമായും ജൂത വിരുദ്ധമായും ഇസ്രായേലിനെതിരായിട്ടുമുള്ള വലിയ സമരങ്ങൾ നടക്കുന്നു. ടെന്റ് കെട്ടി പ്രതിഷേധിക്കുന്നു. രാത്രി കാലങ്ങളിൽ കോളേജിൽ നിന്ന് പുറത്തോട്ട് പോകാതെ വരുന്നു. ചുറ്റുഭാഗം വളഞ്ഞിരിക്കുന്നു. അതിന്റെ അകത്ത് കയറി പ്രതിഷേധിക്കുന്നു. അതിന്റെ ഫ്ലെക്സ് പതിക്കുന്നു. ബോർഡുകൾ സ്ഥാപിക്കുന്നു. മുദ്രാവാക്യം വിളിക്കുന്നു. ഇങ്ങനത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അമേരിക്ക ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യം, ഇത്തരം സമരത്തിൽ പങ്കെടുത്താൽ രാജ്യത്തുനിന്ന് പുറത്താക്കും, വിസ ക്യാൻസൽ ചെയ്യുമെന്നാണ്. ചില കോളേജുകൾ പറഞ്ഞു അവിടുന്ന് സസ്പെൻഡ് ചെയ്യുമെന്നുള്ളത്. പക്ഷെ ഇത്രയൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും യഥാർത്ഥത്തിൽ പ്രത്യേകപരമായിരിക്കുന്ന ഒരു ശക്തി കുറവുകളോ പ്രതിഷേധത്തിന് എന്തെങ്കിലും ഒരു ഇളവുകളോ ഒന്നും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുന്നില്ല എന്നൊരു ഭയപ്പാടും സർക്കാരിനുണ്ട്. അവർ പറയുന്ന കാര്യം 1968 നടന്ന പ്രക്ഷോഭത്തെയും അതേപോലെ തന്നെ വിയറ്റ്നാം യുദ്ധകാലത്തുണ്ടായിരിക്കുന്ന പ്രക്ഷോഭത്തിനും സാമ്യമായിരിക്കുന്ന രീതിയിലേക്ക് യഥാർത്ഥത്തിൽ ഫലസ്തീൻ അനുകൂലമായിരിക്കുന്ന പ്രക്ഷോഭങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. സർക്കാരിനോ പോലീസുകാർക്കോ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കോ തടയാൻ പറ്റാത്ത രീതിയിൽ അത് വ്യാപിച്ചിരിക്കുന്നു എന്ന തരത്തിലാണ് ഈ കാര്യങ്ങൾ പോകുന്നത്. ഹിന്ദ് റജബുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും അതിനോടനുബന്ധിച്ച്, ഹിന്ദ് റജബ് എന്ന് പറഞ്ഞാൽ 4 വയസ്സുള്ള ഒരു കുട്ടിയാണ്. ഈ ജൂത വിഭാഗം, അതായത് ഇസ്രായേലിയർ വെടിവെച്ച് കൊന്നതാണ് കാറിൽ വെച്ച്. ആ കുട്ടിയുടെ അവസാനത്തെ ശബ്ദ സന്ദേശങ്ങളൊക്കെ വലിയ രീതിയിലൊക്കെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. വലിയ രീതിയിൽ മാനസികപരമായിരിക്കുന്ന പ്രയാസമുണ്ടാക്കുന്നു എന്നൊക്കെ ലോകരാഷ്ട്ര ഭരണാധികാരികൾ തന്നെ പറഞ്ഞതാണ്. രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവസാനഘട്ടം ഫോണിൽ വിളിച്ച് സംസാരിച്ചു. അതോടനുബന്ധിച്ച് തന്നെ റെഡ് ക്രസന്റ് ഈ ഫലസ്തീനിൽ നിന്ന്, ഗസയിൽ നിന്ന് ആ പ്രദേശത്തേക്ക് പോകുന്ന ആ സമയത്ത് യഥാർത്ഥത്തിൽ ആ കുട്ടിയെയും പോയിക്കൊണ്ടിരിക്കുന്ന ആംബുലൻസിനെയും ഇസ്രായേൽ ആക്രമിച്ചുകൊണ്ട് അതിലുള്ള മുഴുവൻ ആളുകളെയും വെടിവെച്ച് കൊന്നു എന്നുള്ളതാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ ചർച്ച ഉണ്ടാവാനുള്ള കാരണം. ചെറിയ പൈത കുട്ടികളെ പോലും ക്രൂരമായി കൊലപ്പെടുത്തിയെന്ന് മാത്രമല്ല, ആ മൃതദേഹം കിട്ടാൻ വേണ്ടി 15 ദിവസത്തിലധികം വലിയ രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തേണ്ടി വന്നു എന്നൊരു വിഷയം കൂടിയുണ്ട്. അതുകൊണ്ട് ഈ ഹിന്ദ് റജബുമായിട്ട് ബന്ധപ്പെട്ട ഈ ചെറിയ കുട്ടിയുടെ ചിത്രങ്ങളും പോസ്റ്ററുകളും ഫ്ലെക്സുകളും ഇപ്പോൾ വ്യാപകമായ രീതിയിൽ അമേരിക്കയുടെ സിറ്റികളിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഈ ഒരു അവസ്ഥ അവിടെ 10,000-കണക്കിന് കുഞ്ഞുങ്ങൾക്കുണ്ടായിട്ടുണ്ട്. ഇനി അത്തരം കുട്ടികൾ ഉണ്ടാവാൻ പാടില്ല. നമ്മുടെ ആയുധങ്ങൾ കൊണ്ട്, ഇസ്രായേലിയരെ കൊണ്ട് ഈ പാലസ്തീനുകളെ കൊലപ്പെടുത്തുന്ന പ്രവൃത്തികളിൽ നിന്ന് പിന്തിരിയണമെന്ന് യഥാർത്ഥത്തിൽ ഈ വിദ്യാർത്ഥി പ്രക്ഷോഭകാരികൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കാതെ പ്രയാസപ്പെടുന്നതിനോടനുബന്ധിച്ച് മറ്റൊരു റിപ്പോർട്ട് കൂടി ഇപ്പോൾ പുറത്തു വരികയാണ്. ജൂത വിഭാഗത്തെ സംഘം ചേർന്നുകൊണ്ട് ആക്രമിക്കുന്ന ഒരു രീതികളും ഉണ്ട് എന്നുള്ളത്. എന്ന് വെച്ചാൽ വർഗീയപരമായ രീതിയിലുള്ള പല ഏറ്റുമുട്ടലുകളും ഇപ്പോൾ അമേരിക്കയുടെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നടക്കുന്നു. ജൂത വിഭാഗക്കാർ സംഘടിച്ചുകൊണ്ട് പാലസ്തീൻ അനുകൂലികൾക്കെതിരെ മുദ്രാവാക്യം വിളിക്കുകയോ അവരുടെ സമര മേഖല പ്രതിഷേധിക്കുകയോ ചെയ്യുന്ന സമയത്ത് അതേപോലെ തന്നെ ശക്തമായിരിക്കുന്ന തിരിച്ചടി ജൂത വിഭാഗത്തിന് ഫലസ്തീൻ അനുകൂലികൾ നൽകുന്നതോടുകൂടി യഥാർത്ഥത്തിൽ വലിയൊരു സംഘർഷാവസ്ഥ കോളേജിലും അതിന്റെ ചുറ്റും പരിസരത്തും ഇപ്പോൾ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വർഗീയപരമായിരിക്കുന്ന രീതിയിലേക്കാണ് ഈ കാര്യങ്ങളൊക്കെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ട രീതിയിൽ അതിനെ നിയന്ത്രിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. ഈ വർഷം ഇലക്ഷൻ വരുന്നത് കൊണ്ട് ജൂത വിഭാഗവുമായിട്ട് ഉടക്കുന്നത് കൊണ്ടോ വിഷയമുണ്ടാക്കുന്നത് കൊണ്ടോ യഥാർത്ഥത്തിൽ അമേരിക്കയുടെ പ്രസിഡന്റ് ജോ ബൈഡന് വലിയ പ്രയാസമുണ്ട്. അതിനേക്കാൾ അപ്പുറമായുള്ള പ്രയാസം ജൂത വിഭാഗത്തെക്കാൾ വലിയ വോട്ടിംഗ് ബാങ്കാണ് മുസ്ലിം വിഭാഗം അമേരിക്കയിൽ എന്നതിനാൽ അവരുടെ വോട്ടുകളൊക്കെ ചെതറിപ്പോകുമോ എന്നൊരു ഭയപ്പാടും യഥാർത്ഥത്തിൽ അവർക്കുണ്ട്. ഇങ്ങനത്തെ ഒരുപാട് വിഷയങ്ങൾക്കിടയിലൂടെയാണ്
യഥാർത്ഥത്തിൽ ഇപ്പോൾ അമേരിക്ക നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വിദ്യാർത്ഥി പ്രക്ഷോഭം ഏതെങ്കിലും രാജ്യത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ രാജ്യത്തിലെ ഭരണ സംവിധാനം അവരുടെ നിലപാടുകൾ തിരുത്തുക തന്നെ ചെയ്തിട്ടുണ്ട്. മുൻപൊരിക്കൽ കമ്മ്യൂണിസ്റ്റ് രാജ്യമായിരിക്കുന്ന ചൈനയിലെ ടിയാനൻമെൻ സ്ക്വയറിൽ 25,000-ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്ത വലിയ പ്രക്ഷോഭങ്ങൾ നടന്നിരുന്നു. അതിലെ എണ്ണൽ സംഖ്യ അതിനേക്കാൾ ഒരുപാട് കൂടുതലാണ് എന്ന് പറയുന്നു. 25,000-ഓളം ആളുകൾ പങ്കെടുത്തു എന്നാണ് പറയുന്നത്. അതിൽ വെടിവെച്ച് കൊന്നിട്ട് മരിച്ച വിദ്യാർത്ഥികളുടെ എണ്ണത്തിന്റെ കണക്ക് ഇപ്പോഴും പറഞ്ഞിട്ടില്ല. ചുറ്റുഭാഗം വളഞ്ഞുകൊണ്ടാണ് വെടിവെപ്പ് നടത്തിയത്. അതിന്റെ പ്രതിഷേധങ്ങളും അതിന്റെ വിമർശവും ഇപ്പോഴും ചൈന ഏറ്റുവാങ്ങുകയാണ്. വിദ്യാർത്ഥികൾ ന്യായമായിരിക്കുന്ന അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മുദ്രാവാക്യം വിളിച്ചത്. അതിനുവേണ്ടി അവർ സമരം നടത്തിയത്. അത് ജനാധിപത്യ പ്രക്ഷോഭമായിരുന്നു. അത് ജനാധിപത്യം വേണം, സംസാരിക്കാൻ സ്വാതന്ത്ര്യം വേണം, വോട്ടവകാശം വേണം, ഭരണ സംവിധാനം ജനാധിപത്യവൽക്കരിക്കണം, കമ്മ്യൂണിസത്തെ പിരിച്ചുവിടണം. ഇത്തരം അവകാശത്തിന് വേണ്ടിയുള്ള സമരത്തെയാണ് കമ്മ്യൂണിസ്റ്റ് സൈന്യം ചോരയിൽ മുക്കിക്കൊന്നത്. സമാനമായിരിക്കുന്ന സ്ഥിതിയിലേക്ക് അമേരിക്കയിലെ വിദ്യാർത്ഥി പ്രക്ഷോഭവും മാറുമോ എന്നൊരു ഭയപ്പാടാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ അമേരിക്കയ്ക്കുള്ളത്. അതിജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് പോംവഴികളൊക്കെ തേടുന്നുണ്ട്. ഒരു പോംവഴികളും യഥാർത്ഥത്തിൽ വിജയിക്കുന്നില്ല. ഓരോ ദിവസം കഴിയുന്നതിനനുസരിച്ച് പാലസ്തീൻ അനുകൂലികളുടെ എണ്ണം കൂടി വരുന്നു എന്ന് മാത്രമല്ല, പല സ്ഥലങ്ങളിലും പല കോളേജ് ക്യാമ്പസിന്റെയും കൊടിമരത്തിൽ പാലസ്തീന്റെ പതാക നാട്ടിക്കൊണ്ട് മുദ്രാവാക്യം വിളിക്കുന്ന വിദ്യാർത്ഥികളെ കാണാൻ പറ്റും എന്ന് BBC അടക്കമുള്ള അന്താരാഷ്ട്ര മീഡിയകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നു. ഞങ്ങൾ യാത്രാമധ്യയിൽ പല ഘട്ടങ്ങളിൽ പല സ്ഥലങ്ങളിലും കാണുന്നത് ഗ്രാമമെന്നോ നഗരമെന്നോ വ്യത്യാസമില്ലാതെ വിദ്യാർത്ഥികൾ സംഘടിച്ചുകൊണ്ട് സമരം ചെയ്യുകയോ മുദ്രാവാക്യം വിളിക്കുകയോ കൂട്ടത്തോടു കൂടി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ചർച്ച ചെയ്യുകയോ ചെയ്യുന്നതായിട്ടാണ് ഞങ്ങൾ കാണാൻ വേണ്ടി സാധിച്ചത്. ഇതൊരു നിസ്സാരമായിരിക്കുന്ന വിഷയമായിട്ടല്ല കാണുന്നത്. ഇതൊരു വലിയ സംഭവമാണ്. ഇതിന് നേരിട്ടുകൊണ്ട് വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ പോലെ ചൈനയിലെ ടിയാനൻമെൻ സ്ക്വയറിൽ നടന്ന പ്രക്ഷോഭത്തെ പോലെ അമേരിക്കൻ സർക്കാർ നേരിടാൻ വേണ്ടി പറ്റില്ല. അങ്ങനെ ആവുന്ന സമയത്ത് ഇത് ഒരു ജനകീയ പ്രക്ഷോഭമായിട്ട് മാറും. അപ്പോൾ പിന്നെ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി സർക്കാരിന് സാധ്യമാവാത്ത ഒരു സാഹചര്യങ്ങൾ വരും എന്നൊക്കെ മീഡിയകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മാനസികമായ രീതിയിലുള്ള വലിയൊരു യുദ്ധത്തിന്റെ മുഖത്താണ് അമേരിക്ക ഉള്ളത്. ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രവും നിലവിലെ സാഹചര്യത്തിൽ അവർക്കില്ല എന്നൊരു പ്രയാസവും യഥാർത്ഥത്തിൽ ഗവൺമെന്റ് പ്രതിനിധികൾ തന്നെ പങ്കുവെക്കുന്നുണ്ട്. അപ്പോൾ ഈ ജൂത വിഭാഗവുമായി ബന്ധപ്പെട്ട വിഷയം അത് വർഗീയവൽക്കരിക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ജൂത വിഭാഗത്തിന് സുരക്ഷിതത്വം നൽകേണ്ട ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്ന് പറഞ്ഞാൽ ഓരോ ജൂതനും സൈനികരോ അല്ലെങ്കിൽ പോലീസുകാരോ കാവൽ നിൽക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ഈ വിഷയം എത്തിക്കഴിഞ്ഞാൽ പിന്നീട് അവിടെ സുരക്ഷിതത്വവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം വല്ലാത്ത രീതിയിൽ അവിടെ പടർന്ന് പന്തലിക്കും എന്നൊരു ഭയപ്പാടും യഥാർത്ഥത്തിൽ ഇപ്പോൾ അമേരിക്കയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരിപ്പോ രണ്ടും കൂട്ടി ഇസ്രായേൽ വിഭാഗത്തെ പിന്തുണച്ചു കഴിഞ്ഞാൽ അമേരിക്കയിലെ ജനങ്ങൾ മുഴുവൻ തങ്ങളോടൊപ്പം നീക്കും എന്നുള്ള ഒരു ബോധ്യം ഇതിനു മുൻപ് ഉണ്ടായിരുന്നു. കാരണം അമേരിക്ക നേരിട്ട് കൊണ്ട് ഏതെങ്കിലും രാജ്യത്തെ ആക്രമിക്കുകയോ യുദ്ധം ചെയ്യുകയോ ചെയ്യുന്ന സമയത്ത് അത് രാജ്യത്തിന്റെ താല്പര്യമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അമേരിക്കൻ പൗരന്മാർ സർക്കാരിനോടൊപ്പം, ഏത് സർക്കാർ ഭരിച്ചാലും അവരോടൊപ്പം ചേർന്ന് നിൽക്കുക എന്ന് പറയുന്നത് അവരുടെ രീതിയാണ്, അവരുടെ ശൈലിയാണ്. അതാണ് ഇറാഖ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെന്റ് തലത്തിലുള്ള ഈ നിലപാടിനോട് 100% അമേരിക്കയുടെ പൗരന്മാർ ആദ്യഘട്ടത്തിലൊക്കെ യോജിച്ചിരുന്നു. പിന്നീട് ക്രൂരമായിരിക്കുന്ന പ്രവർത്തനമൊക്കെ കണ്ട സമയത്താണ് അല്പാൽപമായ രീതിയിൽ അതിന് എതിർപ്പ് ഉണ്ടാവാൻ വേണ്ടി കഴിഞ്ഞത്. അതിന്റെ വിഷയം എന്ന് പറയുന്നത് ആഭ്യന്തരപരമായ രീതിയിലുള്ള വിഷയങ്ങളും പ്രശ്നങ്ങളും ഇല്ലാതിരിക്കാനുള്ള ഒരു ഒതുക്കം ഇറാഖ് യുദ്ധത്തോടു കൂടി അമേരിക്കയിൽ നടപ്പിലാക്കിയിരുന്നു. അതിൽ അവർ വിജയിക്കുകയും ചെയ്തിരിക്കുന്നു. പാലസ്തീന്റെ വിഷയത്തിൽ അവർക്ക് അത് നടപ്പിലാക്കാൻ വേണ്ടി സാധിക്കുന്നില്ല, വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. ആ പ്രയാസത്തിലൂടെയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ അമേരിക്ക നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യം നമ്മൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്.